നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഫുൾ എ പ്ലസ് വാങ്ങാനല്ലേ? അപ്പൊ എല്ലാ ആൾക്കാരും ചോദിക്കുന്നുണ്ട്, സാറേ എന്ത് വായിച്ചു കഴിഞ്ഞാൽ ഫുൾ എ പ്ലസ് കിട്ടും? ഇത് വായിച്ചാൽ മതി. ഈ 2 പുസ്തകങ്ങൾ വായിച്ചാൽ സോഷ്യൽ സയൻസിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫുൾ എ പ്ലസ് നേടാം. മക്കളെ, ഇതാണ് സൈലത്തിന്റെ ഗൈഡാണ്. ഈ വർഷത്തെ കുട്ടികൾക്ക് SSLC കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് സൈലത്തിന്റെ ഗൈഡുകൾ. 2 പുസ്തകമുണ്ട്. ഇത് പാർട്ട് 1, ഇതുപോലെ തന്നെ പാർട്ട് 2. മക്കളെ, ഇതിനകത്ത് എന്താണുള്ളത്, ഇതിന്റെ ഒരു അറേഞ്ച്മെന്റ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. നിങ്ങൾ നോക്കിയാൽ ഇതിലിപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇത് ഒന്നാമത്തെ ചാപ്റ്റർ, എല്ലാ ചാപ്റ്ററും ഉണ്ട്, ഫുൾ ചാപ്റ്റർ ഉണ്ട്. നമ്മുടെ സോഷ്യൽ സയൻസിനകത്തുള്ള ഹിസ്റ്ററി ഭാഗത്തു നിന്ന് ജോഗ്രഫി ഭാഗത്തു നിന്നുള്ള ഫുൾ ചാപ്റ്ററുകളും എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ട്. ഇതിപ്പോൾ ഓരോ ഒന്നാമത്തെ ചാപ്റ്റർ കാണിച്ചു തരാം. ഹ്യൂമനിസം, എല്ലാവർക്കും അറിയാലോ, ഈ ഹിസ്റ്ററി ഭാഗത്തു നിന്ന് വരുന്നതാണ് ഹ്യൂമനിസം. ഹ്യൂമനിസം എന്ന് പറഞ്ഞാൽ എന്താ, ചാപ്റ്റർ ഇങ്ങനെ തുടങ്ങുകയാണ്. ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ പഠിക്കേണ്ട കൺസെപ്റ്റുകൾ ആദ്യം കൊടുത്തു. അതായത് ആ ചാപ്റ്ററിനകത്ത് വലിയ ചാപ്റ്ററാണ്, അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട എന്താണ് അത് ആദ്യം കൊടുത്തു. അതിനുശേഷം ഓരോന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ, അതിൻ്റെ ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതായത് ഓരോ ടോപ്പിക്കും വന്നാൽ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ, അതിൻ്റെ ഉത്തരങ്ങൾ. അത് കൂടാതെ മക്കളെ നിങ്ങൾ നോക്കി, ഇതിനകത്ത് ലാസ്റ്റ് കൊടുത്തൊരു സാധനമുണ്ട്. എന്താണെന്നറിയോ? അത് PYQ ആണ്, പ്രീവിയസ് ഇയർ. അതായത് കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ള മെയിൻ എക്സാമിനും മോഡൽ എക്സാമിനും ചോദിച്ച ചോദ്യങ്ങൾ, കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ആൻസേഴ്സ്, ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും. അപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരുപാട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. ടെക്സ്റ്റ് ബുക്ക് വൈഡാണ്, നമുക്ക് വേണ്ടതും വേണ്ടാത്തതും ഒക്കെ ആയിട്ടുള്ള കുറേ സാധനങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത്, അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടാണ്, ടെക്സ്റ്റൊക്കെ വായിക്കുന്ന നേരം ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആൾക്കാരാണെങ്കിൽ വളരെ ഷോർട്ടായിട്ട് കണ്ടന്റ് ബേസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ ആഗ്രഹമുള്ള മക്കളാണെങ്കിൽ അവർക്ക് ഏറ്റവും ഇതുപോലെ തന്നെ ഉപകാരപ്പെടുന്നതാണ് സൈലത്തിൻ്റെ ഗൈഡ് എന്ന് പറയുന്നത്. ഇത് സോഷ്യൽ സയൻസ് മാത്രമല്ല, എല്ലാ സബ്ജക്റ്റിൻ്റെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇറങ്ങിയിട്ടുണ്ട്. ഇനി മക്കൾ തോന്നുക, സാർ ഇത് എങ്ങനെയാണ് ഞങ്ങൾ വാങ്ങുക, എങ്ങനെയാണ് കിട്ടുക എന്നുള്ളതാണ്. മക്കളെ, അതിന് ചെയ്യേണ്ടത് ഒന്ന്, ഇതേപോലെ തന്നെ സൈലത്തിൻ്റെ ആപ്പ് സ്റ്റോറിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് കിട്ടും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് താഴെ ഒരു QR കോഡ് കാണാം. ആ QR കോഡ് സ്കാൻ ചെയ്താൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇതുപോലെ തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾ 10ാം ക്ലാസ്സിനകത്ത് SSLCക്കകത്ത് വലിയ മാർക്ക് നേടണമെന്ന് ആഗ്രഹിക്കുന്ന മക്കളാണെങ്കിൽ, അങ്ങനെ പഠിച്ചു തുടങ്ങാൻ ആഗ്രഹിക്കുന്ന മക്കളാണെങ്കിൽ, നിങ്ങൾക്ക് ഗൈഡ് ആവശ്യമുണ്ടെങ്കിൽ വേഗം തന്നെ എന്ത് ചെയ്യുക, ഇതുപോലെ തന്നെ പർച്ചേസ് ചെയ്യുക, വേഗം തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. സോ മകളെ, അടിപൊളിയാക്കണം, ഉഷാറാക്കണം. സോ ഓൾ ദി ബെസ്റ്റ്.